സൂര്യ. കേട്ടോ? എന്താ സൂര്യ? അവനെ വിട്ടേ. ഞങ്ങളെന്താ പേടിപ്പിക്കാണോ? പേടിപ്പിക്കുന്നാണോ അല്ലയോ എന്ന് വഴിയെ മനസ്സിലായിക്കോളൂ. ഭാവന, ഞങ്ങൾ എന്ത് തെറ്റ് കേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വയസ്സാം കാലത്ത് അമ്മയ്ക്ക് ഒരു സദ്യ കഴിക്കണമെന്ന് പറഞ്ഞപ്പോ വാങ്ങി കൊടുത്തതിനാണോ? പ്രായം ചെന്നോര് ഒരു ആഗ്രഹം പറഞ്ഞ നിറവേറ്റി കൊടുക്കേണ്ടത് മക്കളുടെയും ചെറുമക്കളുടെയും കടമയാണ്. അവിടെ സാഹചര്യമൊന്നും ആരും നോക്കിയെന്ന് വരില്ല. സമ്മതിച്ചു. പക്ഷെ സ്വന്തം മകൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണാതായിട്ട് ഇത് 2ാം ദിവസമാണ്. ഇതുവരെ ആ വീട്ടിലേക്കൊന്ന് വരാനോ വിവരങ്ങൾ അറിയാനോ നിങ്ങൾ ശ്രമിച്ചോ? ഈ ഒരു കാര്യത്തിൽ നിന്ന് മാത്രം മനസ്സിലാക്കാം നിങ്ങളുടെയൊക്കെ ഉള്ളിൽ മനുഷ്യത്വം എത്രത്തോളം ഉണ്ടെന്ന്. മതി സൂര്യ, ഇനി ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മാനസികാവസ്ഥ എന്താന്ന് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സൂര്യ വന്നേ. ഇതിവിടം കൊണ്ടൊന്നും തീർന്നു എന്താ വിചാരിക്കണ്ട. ഓർത്തോ മോനേട്ടാ. നാശം. എടാ രണ്ട് ദിവസമായിട്ട് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണല്ലോ. താൻ ഭാനുവിനെ കാണാൻ വന്നതും ഭാനുവിനെ കൂട്ടിക്കൊണ്ടു പോയതും ശരണ്യ മാത്രമാണെന്ന ഇതുവരെയുള്ള വിശ്വാസം തെറ്റായിരുന്നു. ഭാനുവിനെ ശരണ്യയും കൂടെ ഉണ്ടായിരുന്ന ലീനയും കാണാൻ വന്നത് ശരിയാണ്. പക്ഷേ പിന്നീട് സംഭവിച്ചത് വേറെയാണ്.